ഹായ് ഗായ്സ്, സോ നമ്മുടെ ഇന്ന് ഫേസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ഇല്ലേ? സോ വ്ളോഗ് എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മളിന്ന് ഹെയർ കട്ടിങ്ങിന് പോവാണ് കൊച്ചി. സോ അപ്പോൾ കൊച്ചി പോയിട്ട് കുറച്ച് സീരീസ് ചെയ്യാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. സോ ഫുൾ വ്ളോഗ് എടുക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് ഇന്നേറെ കിട്ടിയിട്ടില്ല. സോ ഇന്ന് കിട്ടി. നമ്മൾ രാവിലെ എണീറ്റ് റെഡിയായിട്ട് ഇപ്പോൾ 10 മണിക്ക് നമ്മൾ ഇറങ്ങുന്നതേ ഉള്ളൂ. സോ ബാക്കി കാണാം. സോ ഇന്ന് നമുക്കൊന്ന് ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കില്ല, അതുകൊണ്ട് നമ്മൾ ഷേക്ക് ഉണ്ടാക്കി കുടിക്കുകയാണ്. ആക്ച്വലി ഹെയർ ഒന്നും നമ്മൾ സെറ്റ് ചെയ്തില്ല, ബിക്കോസ് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോയില്ല. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചു. എന്റെ കൂടെ ഞങ്ങൾ 3 പേരായിട്ടാണ് പോണത്. കറണ്ട് ഇല്ല. കഷ്ടകാലം. ഇത്ര നാളും പോയില്ല, പക്ഷെ ഇന്ന് മാത്രം പോയി. നമ്മുടെ കഷ്ടകാലമാണ്. ഗൈസ്, ഇങ്ങനെ സന്തോഷമുണ്ട്. എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. സോ ഇന്ന് ചിലവ് ഇവർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 4 പേരാണ്, പക്ഷെ 4 പേർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആ കുട്ടിക്ക് ഓഫില്ല. സോ ഞാൻ കൊടുക്കുന്നില്ല. ആ കുട്ടിക്ക്, ഇവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ കുട്ടി അഹങ്കാരം കാണിച്ച് ഓഫ് എടുത്തില്ല. ആ കുട്ടിക്ക് എടുക്കാനേ ഉള്ളായിരുന്നുള്ളൂ, പക്ഷെ എടുത്തില്ല. ദിസ് ഡ്രസ് ഫ്രം മീഷോ. ഞങ്ങളുടെ ജോസിയാണ് ഇന്ന് ഇടാൻ നിന്നത്. ജോസ് ഇട്ടിരുന്നു. മുടി പിടിപ്പിക്കുന്നതാണോ നല്ലത്? നമുക്ക് ഇവിടുന്ന് ഇതെടുക്കാം. ഔട്ട്ഫിറ്റ് ചെക്ക്. മുടി വളർന്നു, അതുകൊണ്ടാണ് വെട്ടുന്നത്. മുടിക്കകത്തൊന്നും ചെയ്തില്ല നമ്മൾ. കൊള്ളില്ലാടി. എന്താ പറയാ, ഇത് ആക്ച്വലി എന്റെ മുടി ഭയങ്കരമായിട്ട് നശിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഹെയർ കട്ട് ആക്കുന്നത്. എന്റെ മുടി വളരെ കെട്ടി നമ്മൾ വേക്കിപ്പെടാത്തത് ഭയങ്കരമായിട്ട് കറുത്തിരിക്കും. Please mind the gap between the train and the platform. Platform train തിരിയുന്നതാകലും പ്രത്യേകം ശ്രദ്ധിക്കണം. 1 മണിക്കൂർ എടുക്കുന്നില്ല ഗൈസ്. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? Please stand away from the roads. ഗൈസ്, വെട്ടുന്ന ഹെയർ സ്റ്റൈൽ ഇതാണ്. നമുക്ക് കാണാം. ഇതിൻ്റെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ഇതാണ് ഈ കുട്ടിയുടെ ഹെയർ. ഇതാണ് നമുക്ക് ട്രാൻസിഷൻ ഉണ്ട്. ഇത് ബെറ്ററാന്ന് തോന്നുന്നു. ബട്ട് നമുക്ക് നോക്കാം, അവരോട് പറയാം, ചോദിക്കാം. എന്നിട്ട് ഏത് സ്റ്റൈലാണോ കൊള്ളാമെന്ന് നമ്മൾ ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ ഫാറ്റ് സിഗ്നേച്ചർ എന്നൊരു സലൂണിലാണ് പോകുന്നത്. ഇപ്പം എൻ്റെ ഹെയർ ഞാൻ വെട്ടിയത് അവിടെ നിന്നാണ്. സോ വെട്ടാൻ ഇപ്പം ടൈമായി. ഞാൻ 2 മന്തായോ ഞാൻ വെട്ടിയിട്ട്. 3 മന്ത് ഒന്നും ഉണ്ടായപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ വളർന്നു കൂടി. ഇതിന് ഹാഫ് ആയിരുന്നു. അപ്പം ഞാൻ വെച്ച് കുറച്ച് സ്റ്റൈൽ ഇത് കൂടി ലാസ്റ്റ് ആയിട്ടാണ് ഹാഫായിട്ട് വെട്ടുന്നത്. നല്ല ഹാഫ് ഷോർട്ട് ആക്കാൻ പോവാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ആയിട്ട് ഹാഫ് വെട്ടുന്നത്. ഇനി ഞാൻ വെട്ടു. ഇനി ഞാൻ വളർത്തത്തതേ ഉള്ളൂ.
അല്ല പറഞ്ഞു, ഇനി കുറച്ചും കൂടി ഷോർട്ട് ആക്കണം എന്നാണ്. ഈ കുട്ടി എന്നിട്ട് പറയുക വ്ലോഗ് ഇടുമ്പം വെളുപ്പിക്കണം. ഈ ഒരു കൊച്ചു സീറ്റ് ഗൈസ്, കൊച്ചു സീറ്റിനകത്ത് 3 നേരം നിരങ്ങിയിട്ട് സീറ്റാണ്. എനിക്കിത് ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാതെ വേറെ എന്തെങ്കിലും വേണോ? ഞാനതല്ല ചോദിച്ചത്, നമുക്ക് പകരം വേറെ വല്ലതും ആണോ? അങ്ങനെ എടുത്ത് പറയണ്ടേ? അതെ പറയൂ, മന്തിക്ക് പകരം വേറെ ഈ കുട്ടിക്ക് എന്താ ഞാൻ വ്ലോഗ് കൊടുക്കുന്നത്? കുട്ടിയെ വിളിപ്പിക്കണോ? ഞാൻ വിളിച്ചിട്ടില്ല. Between the train and the platform. Platform is the train and ഫ്രണ്ട് ഇങ്ങനെ വിട്ട് കാണിച്ചു കൊടുക്കും. ഈ കുട്ടി ഇങ്ങനെയാണ് വെട്ടുന്നത്. ഈ കുട്ടിയല്ല, ഈ കുട്ടി ഫ്രണ്ട് ഇങ്ങനെ ഇത് വേണ്ടെന്നല്ലേ പറഞ്ഞ. അപ്പൊ ഇത്ര ലെയർ ആക്കിയിട്ട് ബാക്ക് ഓക്കെ ഗൈസ്, നമുക്ക് സ്ഥലമൊക്കെ എടുക്കാം. ബൈ പറ. ഗൈസ് നമ്മളിവിടെ തൃപ്പൂണിത്തറയിൽ വന്നപ്പോൾ കണ്ടതാണ്. ഇറ്റ്സ് സോ ക്യൂട്ട്. ഗൈസ് ഇറ്റ്സ് സോ ക്യൂട്ട്. ഇതിന്റെ പാട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ഭയങ്കര ഒറിജിനായിട്ട് നോക്ക്. എന്നെ വെളുപ്പുണ്ടില്ലേ? ഭയങ്കര ക്യൂട്ടല്ലേ? ക്യൂട്ടായിട്ട് ഇങ്ങോട്ട് എൻട്രി ആണ്. നമ്മൾ കണ്ടില്ലല്ലോ. ഞങ്ങളുടെ ഹെയർ കട്ട് ഇതാണ് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, അയാൾ കട്ട് ചെയ്യുകയാണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്. ബാക്ക് ഒന്നും കൂടി. ഇതാണ് ഞങ്ങൾ ഞങ്ങൾ എവിടെത്തി നമ്മൾ MG റോഡ് എത്തി. സോ ആക്ച്വലി ഞങ്ങൾ മറൈൻ ഡ്രൈവ് ടു ഫോർട്ട് പോണ വേറെ ഒന്നുമല്ല. അപ്പം വിശപ്പ് ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല. ഫസ്റ്റ് ഇത് ബേബി. അപ്പം ഞങ്ങൾ ആക്ച്വലി കഴിക്കാത്തത് എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? എല്ലാം കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ആക്ച്വലി നമ്മൾ മറൈൻ ടു ഫോർട്ട് പോണ വേറെ ഒന്നുമല്ല. അപ്പം അങ്ങനെ മറൈൻ ഡ്രൈവും കാണാം, ഫോർട്ട് കാണാം, ബോട്ടിലും കയറാം. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇന്നേ വരാം ഇവിടെ വന്നിട്ട് വാട്ടർ മെട്രോയിൽ പോയിട്ടില്ല. സോ ഇന്ന് ആദ്യമായിട്ടല്ലേ കയറുന്നത് നമ്മൾ. ഈ കുട്ടീന്ന് പടച്ചടിച്ച് വീണു ഗൈസ്. എനിക്ക് പെട്ടെന്ന് ഈ കുട്ടി കാണാൻ നോക്കി പെട്ടെന്ന് കണ്ടോ ഗൈസ്. സിനിമാറ്റിക് എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. നിങ്ങൾക്കിങ്ങനെ എനിക്ക് പറഞ്ഞു തരായിരുന്നു സിനിമാറ്റിക്കിലായിരുന്നു വീഡിയോ എടുക്കണ്ടേന്നുള്ള കാര്യം. ഐഫോൺ മേടിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. എങ്ങനെയാണ് ഈ പുറത്തു പോകുന്നത്? എപ്പോഴും മാറിക്കൂടെ? ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വാ. അത് കയറുന്നതാ. എവിടെയോ കണ്ടപോലെ ആരാണ് ഓടിക്കോ ഓടിക്കോ. അങ്ങനെ വെക്കാതെ പൊക്കിപ്പിടിക്ക്. ഈ കൊച്ചിന് അറിയത്തില്ലെന്ന് തോന്നുന്നു. അത് പൊക്കിപ്പിടി.
എനിക്കറിയത്തില്ല ഗൈസ്. ഗൈസ് ടിക്കറ്റ് മാറ്റി ഒട്ടിച്ച് ഗൈസ്. ടിക്കറ്റ് മാറ്റി ഒട്ടിച്ച കുട്ടിയെ നോക്കട്ടെ. ആലുവ ടു തൃപ്പൂണിത്തറ വെച്ച് ഗൈസ്. ആക്ച്വലി നമ്മൾ തൃപ്പൂണിത്തറ ടു MG റോഡുള്ള ഇതല്ലോ. ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ കുട്ടി. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. മെട്രോയിൽ ഇപ്പം നിങ്ങൾക്ക് വെക്കാൻ കിട്ടില്ലെങ്കിൽ ആരാണോ ഫ്രണ്ടിൽ പോകുന്നത് അതിന്റെ ബാക്കിൽ കൂടി അങ്ങ് ഓടിയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഞങ്ങൾ ഇത് എടുക്കത്തില്ല. ആരാണോ ഫ്രണ്ടിൽ പോകുന്നത് അവരുടെ ബാക്കിൽ കൂടി ഞാൻ പോകും. കൂടി വെട്ടിയപ്പോൾ ഇപ്പം സ്റ്റൈലിൽ മാറിയില്ലേ. കുറേ ഉണ്ടല്ലോ ഒരു നടക്കാൻ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. സമയം എത്ര മണിയായി? 4 4:00 ഗായ്സ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ കട കാണാൻ. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരം വരാതെ ഗായ്സ്. നമ്മള് മന്തിക്കടയെ തപ്പി നടക്കുകയാണ്. ഇന്നവരെ മന്തിക്കട കിട്ടിയില്ല. നമുക്കറിയില്ല ആക്ച്വലി അല്ലേ, നമുക്കറിയില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ ഒന്നും. ലൊക്കേഷൻ ഇട്ടിട്ട് പോയിട്ട് അവിടെ പോയി ഇവിടെ പോകണമെന്നൊക്കെ പറയും. നമുക്കറിയില്ല. എത്ര മിനിറ്റ് കാണിക്കുന്നത്? 3 മിനിറ്റ് കാണിക്കുന്ന കാഴ്ച. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുമോ തേരാപ്പാര. ഈ കുട്ടിയെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതെ, മെട്രോയിൽ വന്ന വീട് കുട്ടിയല്ലേ? ഞാൻ വീണില്ല. അതെ അതെ. ഭാഗ്യം. ഞാൻ ആ വീഡിയോ ആഡ് ചെയ്യാം ഗൈസ്. ഞാൻ വീടെടുത്തതല്ല, നിങ്ങളാരെങ്കിലും നോക്കാം ഗൈസ്. എനിക്ക് പ്രൊണൗൺസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഗായ്സ്, നമ്മൾ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഫോൺ ഞാൻ ചാർജ് ഇല്ലാത്തത് കൊണ്ട് കുത്തിയിട്ടിരുന്ന് നല്ല മന്തിയാണ് ഗായ്സ്. നിങ്ങളെല്ലാവരും ആ കടയിൽ മസ്റ്റായിട്ട് കഴിക്കണം. നമ്മുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നു ഗായ്സ്? ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അമ്മാമ്മ ഇരിക്കുകയായിരുന്നു തറയിൽ. ഐ തിങ്ക് വല്ല പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവർ ഞങ്ങൾ ചെരുപ്പെടുത്തറിയും. ഐ തിങ്ക് നമ്മുടെ കോലമൊക്കെ കണ്ടോണ്ടായിരിക്കാം, അറിയില്ല. നമ്മളെ ചെരുപ്പെടുത്തറിയാൻ പോയി. എന്തായാലും നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ട് കാണാം ഗായ്സ്. ശരിക്കും വെട്ടം പോയി. നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിയല്ലേ. മറൈൻ ഡ്രൈവ് എത്തി. പൈനാപ്പിൾ. പക്ഷെ ഒരു ആൻറ്റിയൊക്കെ വിൽക്കുന്ന ഒരു പൈനാപ്പിൾ ഉണ്ട് ഗായ്സ്. നിങ്ങൾ മറൈൻ ഡ്രൈവ് വരുമ്പോൾ മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങളിനി ഇവിടുന്ന് വാട്ടർ മെട്രോയിൽ പോകണം. വാട്ടർ മെട്രോയിൽ എവിടെ പോകും നമ്മൾ? പള്ളിക്കുടത്ത്. ഫോർട്ട് കൊച്ചി പോവും. ബോട്ട് വീട് പറയും മുടി കിട്ടിയ പിള്ളേർക്ക് എന്ത് ഷോ നട്ടും ചേർക്കും. നല്ല സൺസെറ്റ് ഉണ്ട് അല്ലേ? സൺസെറ്റ് കാണണം എന്നീ കുട്ടി കുറേ നാളുകൊണ്ട് പറഞ്ഞായിരുന്നു.
മെട്രോയിൽ പോവുകയാണ്. ഞങ്ങൾ ബോട്ടിൽ പോവുകയാണ്. കൊറേ നാളെ ഇവിടെ വന്നിട്ട് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. So cute guys. ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ആണ്ട് അത് തുറ, ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നിന്ന് കുറേ നാൾ ആഗ്രഹിച്ച് നമുക്ക് നിന്ന് യാത്രയാൻ സാധിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പോയി ഇവിടെ വരാൻ? ഞാൻ എപ്പോഴും വിളിക്കും ഗൈസ്, ഇവരെ എവിടെയെങ്കിലും പോകാൻ വരില്ല. നമ്മളിങ്ങനെ ഫോട്ടോ വെച്ചിട്ട് വന്നപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫോട്ടോ വെച്ച് ഒന്ന് കറങ്ങണം എന്ന് വിചാരിച്ചു അല്ലേ. ഫോട്ടോ വെച്ച് കറങ്ങണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഫൈനലി ഞാൻ വിചാരിച്ചില്ല ഫോട്ടോ വെച്ചിട്ട് ആദ്യമായിട്ട് കപ്പിൾ ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. കപ്പിൾ ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്. ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എങ്ങനെയാണല്ലോ. അയ്യോ ഗൈസ് ഇതാ നോക്കി കട. ഇതാണ് കല്ലു, ഇതാണ് ബാമേന്തി ബാമ. നമുക്ക് മടുത്ത് ഗൈസ്. ഞങ്ങൾ നടന്നിടന്ന് വയ്യ. വെട്ടുണ്ട് നോക്കി. സോ നമ്മൾ കസാട്ട വന്ന് കഴിച്ചു. എനിക്കിഷ്ടായില്ല ഫോട്ടോ. ഞാൻ പറഞ്ഞു മറൈൻ ഡ്രൈവർ സോ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കസാട്ട കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ്. വയ്യ, ഒട്ടും വയ്യ. സോ ഗൈസ് പിടിച്ചിരുന്നു പിടിച്ചേ. ഇന്നത്തെ ട്രിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് പൊതുവെ ഇഷ്ടമായി. ഇങ്ങനെ കഴിഞ്ഞിട്ട് എനിക്ക് വന്നായിരുന്നു. അപ്പൊ അത് സൂപ്പറായിരുന്നു. എനിക്ക് എന്താണ് പറയാനുള്ളത്? മറൈൻ ഡ്രൈവ് എത്തുന്നത് വരെ എനിക്ക് ട്രിപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ഫോർട്ട് കൊച്ചി എത്തിയതിനു ശേഷം എനിക്ക് ഒരു എന്താണ് ബെസ്റ്റ് ഡിസിഷൻ ആയി പോയി വന്നത് എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇത് കഴിച്ചിട്ട് കാണാം. മാട്ടുമെട്ടിനോട് വന്ന് ഞാനിതൊരെണ്ണം മേടിച്ച് എനിക്ക് ക്യൂട്ടായിട്ടുണ്ട്. ചോള കഴിക്കുന്നു. ഈ കുട്ടിക്ക് എപ്പോഴും ഫോണിൽ കളിയാ. കയറി എനിക്ക് എത്ര കിലോ വെക്കണമെന്ന് എനിക്ക് അറിയൂല. സോ ഞങ്ങളുടെ എന്താ പറയാ അക്കാഡമി ഒരു ഗ്രൂപ്പ് തുടങ്ങി. നമുക്ക് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് എന്താ പറയാ ഒരു ഗ്രൂപ്പുണ്ട്. നീ അത് കരുതില്ലല്ലേ ഗൈസ്? ഇവർക്ക് നല്ല ഓവർലോഡ് നമ്മളൊക്കെ അണ്ടർ വെയിറ്റഡാ ഗൈസ്. നമ്മൾ അങ്ങനെ ഹൈക്കോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് നേരെ എന്തുവാ ഇത് നമുക്ക് നേരെ ഒരു കോടി പറ്റിക്കാതെ ഇനി നമുക്ക് നേരെ എവിടെ പോണം? മറൈൻ ഡ്രൈവ് ടു മെട്രോ MG റോഡ് മെട്രോ പോണം. പിന്നെ എവിടെ പോണം? പിന്നെ എവിടെ പോണം? പിന്നെ ആലുവ മെട്രോ കയറി ആലുവയിൽ പോണം. ആലുവ ടു അങ്കമാലി. ഓക്കെ അതല്ലേ? ഹാപ്പി ആയിരുന്നോ കല്ലൂന്ന്? ടയേർഡായി, ഒരുപാട് ടയേർഡായി. പക്ഷെ നല്ലതായിരുന്നു ഇന്നത്തെ ദിവസം. എനിക്ക് വളരെയധികം നല്ല. ഈ കുട്ടി വീണതുകൊണ്ട് ഈ കുട്ടി നമ്മൾ ആരും ഇതുവരെ മറന്നില്ല. ഈ കുട്ടി വീണത് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ആലുവ പോയി. ആലുവയിൽ ബസ്സിൽ പോയി. അവിടെ നിന്ന് നടന്ന് പോയി. സോ മെനിക്കേടാണ് ഗൈസ്, മെനിക്കേട്. എന്റെ നിക്കി മോളിതാ. ഇതാണ് എന്റെ നിക്കി. ടിക്കറ്റ് അവിടെ. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വന്നു. നമുക്ക് അങ്കമാലി ഇട്ടിട്ട് കാണാം ഗൈസ്. എനിക്ക് വയ്യ. എനിക്ക്
എനിക്ക് വയ്യ ആക്ച്വലി, നല്ലതായിട്ട് ടയർഡായി. ഫോണിലും ചാർജ് ഇല്ല, കാണുന്നിടത്തൊക്കെ കുത്തിയിടാറുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിവിടെ എത്തി. നമ്മളിപ്പം MG റോഡ് മെട്രോയിൽ ഇരിക്കുകയാണ്. ഇനി എനിക്ക് വയ്യ ഗായ്സ്, ആക്ച്വലി എനിക്ക് വയ്യ, നല്ലതായിട്ട് ടയേർഡായല്ലേ. ഇത് തന്നെ കുറേ നേരം പറയുന്നു, ഇന്നൊന്നും പറയാനൊന്നും ഇല്ല. നമ്മൾ നല്ലതായിട്ട് ടയേർഡായിട്ട് ഇരിക്കുക. എന്താണ് നീ വ്ളോഗ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടൂല വെച്ച് എൻ്റെ വായിക്കത്ത് ഗായ്സ്. വ്ളോഗിന് ഒരു എൻഡിങ് ഇല്ല, ബിക്കോസ് ഞങ്ങൾ വന്ന് നല്ല ടയേർഡായിരുന്നു. ഫോൺ ചാർജ് ചെയ്തിട്ട് ഞങ്ങൾ 3 പേരുടെ ഫോണും സ്വിച്ച് ഓഫ് ആയതാ. ഇതിപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കൊരു എൻഡിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ്. ഓക്കേ.